എമ്പുരാന്റെ ആദ്യ ഷോ കാണാൻ കൊച്ചിയിലെത്തിയത് വൻ താരനിര. മോഹൻലാലും പൃഥ്വിരാജും അടക്കമുള്ള താരങ്ങൾ ആരാധകർക്കൊപ്പം കവിതാ തിയേറ്ററിലിരുന്ന് സിനിമ കണ്ടു. ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തതിൽ സന്തോഷം പങ്കുവച്ചാണ് അവർ മടങ്ങിയത്. കുടുംബസമേതമാണ് മോഹൻലാൽ ചിത്രം കാണാനെത്തിയത്. ഒപ്പം പൃഥ്വിരാജും സുപ്രിയയും. ആത്മവിശ്വാസം പ്രകടമാക്കി കൈവീശിക്കാട്ടി അവർ തിയേറ്ററിനകത്തേക്ക്. മഞ്ജു വാര്യർ, ടോവിനോ ഉൾപ്പെടെ ചിത്രത്തിലെ മറ്റു താരങ്ങളും ആദ്യ ഷോയ്ക്ക് വന്നു. എല്ലാവരും കറുത്ത വസ്ത്രത്തിൽ. ആന്റണി പെരുമ്പാവൂരും മേജർ രവിയും പ്രതീക്ഷകൾ പങ്കുവച്ച് അകത്തേക്ക്. പ്രതിസന്ധികളെല്ലാം ഉണ്ടാകുമ്പോഴും ഈ ഒരു ദിവസം മനസ്സിൽ സ്വപ്നം കണ്ടിരുന്നു. മലയാള സിനിമയുടെ ഒരു ചേഞ്ച് കാണാനുള്ള ആഗ്രഹം, ഒരു ചരിത്രത്തിന്റെ ഭാഗമാവുക എന്നുള്ളത്. ടീം എമ്പുരാൻ മാത്രമല്ല, ചിത്രത്തിന്റെ ഭാഗമല്ലാത്ത മറ്റു താരങ്ങളും തിയേറ്ററിലേക്ക് ഒഴുകി. 3 മണിക്കൂർ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയ താരങ്ങൾ സന്തോഷത്തിൽ. മകൻ നന്നായി ജോലി ചെയ്തെന്ന് പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ. മോഹൻലാലിന്റെ ആന്റണിയുടെ ഒക്കെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ടും എൻ്റെ മോനൊരു നല്ല ജോലി ചെയ്തിട്ടുണ്ട്. ലൂസിഫർ റിലീസായി 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടാം ഭാഗമായ എമ്പുരാൻ എത്തുന്നത്. ചിത്രം മലയാള സിനിമയ്ക്ക് പുത്തൻ ഊർജം പകർന്നെന്ന് മറ്റു താരങ്ങൾ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള എക്സ്പീരിയൻസ് ആണ്. എന്നും ഓർത്ത് വെക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് കേരളത്തിന്റെ ഉത്സവമാണ്. കേരളത്തിന്റെ അല്ല, ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചു. സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പറഞ്ഞാൽ ഇന്ത്യൻ സിനിമ ഒരു ഇംഗ്ലീഷ് സിനിമ പോലെ. എമ്പുരാൻ അണിയറ പ്രവർത്തകർക്ക് മാത്രമല്ല, മലയാള സിനിമാ വ്യവസായത്തിനാകെ നേട്ടമാണെന്ന് ചലച്ചിത്ര സംഘടനകൾ പറയുന്നു. ക്യാമറമാനായ ബിനു തോമസിനും അനീഷ് തോട്ടക്കാടിനുമൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.